പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആന്റണി വർഗീസ് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം പെപ്പെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ അജിത് മാമ്പിള്ളി അണിയിച്ചിരിക്കുക ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് കൊണ്ടൻ എന്ന് പറയുന്ന സിനിമ. ഓണച്ചിത്രങ്ങൾ കളക്ഷനിൽ ചെറിയ തോതിൽ പുറകോട്ടാണെങ്കിലും ഓണച്ചിത്രങ്ങളിൽ വിജയചിത്രം എന്ന് വേണമെങ്കിൽ കൊണ്ടനെ അവകാശപ്പെടാൻ സാധിക്കുന്നതാണ്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ 4ാം ദിവസമായ സെപ്റ്റംബർ മാസം 16-ാം തീയതി ഇന്നലത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഈ അപ്ഡേറ്റ് ആണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ആന്റണി വർഗീസ്, ഗൗതമി നായർ, അതോടൊപ്പം രാജ്ബി ഷെട്ടി തുടങ്ങിയവരുടെ കേന്ദ്ര കഥാപാത്രമാക്കി അജിത് മാമ്പിളി അണിയിച്ചൊരുക്കിയ ചിത്രം നിർമ്മിച്ചിരിക്കുന്ന വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ബാനറിൽ സോഫിയ പോളാണ്. എന്തൊക്കെയാണ് ഓണച്ചിത്രങ്ങളെ ചിത്രത്തിനും ഒരു വിജയാവകാശം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രം 4ാം ദിവസമായി ഇന്നലെ, അതായത് സെപ്റ്റംബർ മാസം 16-ാം തീയതി കേരള ബോക്സ് ഓഫീസിൽ നിന്നും 46 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 40-50 എന്നുള്ള കളക്ഷൻ ചിത്രം എല്ലാ ദിവസവും മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട്. ഓണച്ചിത്രങ്ങൾ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ടോവിനോ തോമസ് ചിത്രം അജയന്റെ 2ാം മോഷ്ടവും, ആസിഫ് അലി ചിത്രം കിഷ്കിന്ദ കാണ്ഡുമാണ്. തൊട്ടുപുറകെ 3ാം സ്ഥാനത്താണ് കൊണ്ടൻ എന്ന് പറയുന്ന സിനിമ നിൽക്കുന്നത്. അതൊക്കെയാണ് ചിത്രത്തിന് വരും ദിവസങ്ങളിൽ ഈ വലിയൊരു വിജയം ആവർത്തിക്കാൻ സാധിക്കുന്നത് തന്നെയാണ് അണിയറ പ്രവർത്തകരും അവിടെ സിനിമാ പ്രേമികളും പ്രതീക്ഷിക്കുന്നത്. മികച്ച അഭിപ്രായം തന്നെയായിരുന്നു കൊണ്ടൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. പൂർണ്ണമായിട്ടും കടലിന്റെ പശ്ചാത്തലത്തിൽ കഥ പോകുന്ന ചിത്രം പ്രേക്ഷകരെ തിയേറ്ററിൽ പിടിച്ചിരുത്താൻ സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ. ചിത്രം വരും ദിവസങ്ങളിൽ വലിയൊരു വിജയം ആവർത്തിക്കുന്നു എന്നറിയാൻ വേണ്ടി. അപ്പോൾ കൊണ്ടൻ എന്ന് പറയുന്ന ആന്റണി വർഗീസ് ചിത്രം നിങ്ങളും തിയേറ്ററിനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.